ഏയ് മതി, ഗാർഡ് താഴെ ഇറക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? എന്തടി ചെറന്ന് ചോണേട്ടെ പാടി മതി. വാ മാസ്റ്റർ കണ്ടോ, ലെഫ്റ്റ് ലെഫ്റ്റ് സൗത്ത് ബാഗ് മുഹമ്മദ് അലി റെഡി ആക്കിയിട്ടുണ്ട്. കലക്കി മതി. സൂപ്പർ, പൊളിച്ചടി, അടിപൊളി. എണീക്കടി. ആരോട് വെച്ചിട്ട് ഗാർഡ് താഴെ ഇറക്കിയത്? നിന്റെ ഇഷ്ടത്തിന് നീ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൗത്ത് ബ്ലോക്ക് പോലെ പഞ്ച് ചെയ്താ നീ ഉടനെ മുഹമ്മദിലാവോ? ആദ്യം ബേസിക് എങ്കിലും മര്യാദയ്ക്ക് പഠിക്ക്. ദേഹം നോച്ചുള്ള കളിയൊന്നും വേണ്ട, പറഞ്ഞേക്കാം. വെട്ടികർക്ക് ചന്തനിട്ട് വിൽക്കും ഞാൻ. മതി, മര്യാദയ്ക്ക് സംസാരിക്കേ. ഞാൻ നിന്റെ കോച്ചാ. നീ എന്റെ കോച്ചും അല്ല, കോപ്പല്ല. കാശ് വന്നെന്ന് വെച്ചാൽ അടുത്താണെന്ന് വിചാരിച്ചോ? നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് പോ. അവളുടെ ഭാവിയും തൊലച്ചെന്ന് നീ അവളോട് ചെന്ന് പറഞ്ഞേക്ക്. പൊടി പോ. മതി സാറേ, അത് നിങ്ങൾക്ക് വീട്ടിലും പ്രശ്നമാ, ഇവിടെ വന്നാലും പ്രശ്നമാ. തല്ലാതെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ സാറേ? വെറുതെ എന്റെ ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ തലയിടാൻ വന്ന തനിക്കും കിട്ടിയതുപോലെ ഇവരെയൊക്കെ ഇങ്ങനെ വിട്ട തന്നെ പോലെ ജീവിതകാലം മുഴുവൻ കക്കൂസ് കഴുകേണ്ടി വരും. അത് ശരിയാ, കക്കൂസ് കഴിയുന്നതാണ് ഞാൻ. പക്ഷെ അത് നാറ്റിക്കുന്നത് നിങ്ങളല്ലേ. തൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. ഇത്രയും വേണ്ടായിരുന്നു സാറേ. ഈ നിമിഷം മുതൽ അസോസിയേഷന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം. ഞാൻ പറയുന്നതേ കഴിക്കാവൂ, പറയുമ്പോഴേ കഴിക്കാവൂ. ദിവസവും 8 മണിക്കൂർ ട്രെയിനിങ്, വീടും കുടുംബമൊക്കെ ഇനി മറന്നേക്കണം. പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് പോ. അവളുടെ ഭാവിയും തൊലച്ചെന്ന് നീ അവളോട് നിന്ന് പറഞ്ഞേക്ക്. All the best. Thank you, Master. Okay. Thank you, Master. All the best. Thank you. All the best. Thank you, Master. പ്രഭു, ആ പെണ്ണാണല്ലേ അത്? അടുത്ത റൗണ്ട് പോവല്ലേ? അടുത്ത ലെവലല്ലേ? ഇനി കണ്ടോ? സർ, ഗ്ലൂക്കോസ് വാങ്ങണം. താങ്ക് യു സർ. ഇവിടെയും തുടങ്ങിയല്ലേ? എങ്ങനെയോ പോയിത്തോല. എന്തെങ്കിലും കുറച്ച് ചേർത്ത് വെക്കടാ. അവസാന കാലത്ത് 10 പൈസ ഇല്ലാതെ വഴിയേറിയിരുന്ന് തെണ്ടേണ്ടി വരും. കൊച്ചാണെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി വളർത്തും. പോത്ത് പോലെ വളർന്ന നിന്നെ ആർക്ക് വേണം?
പഠിച്ചോ? റെഫറി ആണോ ഓടി അടിക്കുന്നേ? അത് കാണാം. ഇനി മുതലാണ് നിനക്ക് മാത്രമേ ട്രെയിനിങ് തരുള്ളൂ. ഇവള് നിന്നെ പോലെയല്ല, നിന്നെ വിഴുങ്ങുന്നവളാ. വേരട്ടി ഓടിക്കടാ. എനിക്ക് മതിയെ വേണം. അടുത്ത ആഴ്ച നാഷണൽ സെലക്ഷന് വേണ്ടി ഞാൻ ധർമ്മശാല പോവാ. രണ്ടുപേരെയും കൊണ്ടുപോവാ. എടേ പാനിപൂരി, ആരാടി ഈ കോമളൻ? കാണാൻ കൊള്ളാന്ന ഒരുത്തിനെ വെറുതെ വിടില്ല അല്ലേ? അതെ, ലക്സിന്റെ കോച്ചറാ. അതുങ്ങളെ രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ വന്നതാ. കോച്ചറെ, അവത്തുങ്ങൾ രണ്ടും ബോക്സിങ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവളാ എല്ലാത്തിനും സപ്പോർട്ട്. ഇപ്പൊ തന്നെ ഇടി കൊണ്ട് മോന്ത എവളുടെ മോന്ത പോലെ. അതുങ്ങളെ ഇനി ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവോ? പറ പറ. ഇതാ നോക്ക്, എൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു. എന്നെ വീണ്ടും ഹിസാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ പോയതിന് തിരിച്ചു വരില്ല. പിന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യം കഷ്ടത്തിലാവും. അവർ നല്ല ബോക്സേഴ്സാണ്. രണ്ടുപേരും എൻ്റെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ചോട്ടെ. ഞാൻ നോക്കിക്കോളാം അവരെ. നല്ലോണം ആലോചിച്ചിട്ട് പറയും. എഴിൽമതി പോയാൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കും കോച്ചറെ. ഇതാ മാസം തോറും അയച്ചു. വീടിന്റെ ഗൃഹനാഥൻ ഞാനാ. അവൾക്ക് എന്തിനാ ഇതൊക്കെ? കർത്താവേ, ഈ കോച്ചർ കുഞ്ഞാടിനെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. കോച്ചർ ചേട്ടാ, അവരെന്തിനാ ഇവിടെ വന്നത്? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ? നിങ്ങൾ രണ്ടുപേരും അങ്ങേരുടെ കൂടെ പോയി ഹോസ്റ്റലിൽ താമസിച്ച് ബോക്സിംഗ് പരിശീലിക്കണമെന്ന്. അവന്റെ കൂടെ ഹോസ്റ്റലല്ലേ? ഞാൻ പോലെ അവൻ കൊല്ലുവന്നെ. എന്താടി പോയാല്? ലക്സിന് കിട്ടിയ നല്ലൊരു അവസരമായത്. എത്ര കാലം കൊണ്ടുള്ള കഷ്ടപ്പാടാ അവളെ ഇവിടം വരെ എത്തിച്ചതെന്നറിയാമോ? അവള് പോലീസുകാരിയായ നമുക്ക് ഈ കോളനിയിൽ ഒരു വില ഉണ്ടാവും. എനിക്ക് അവളെ ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ല. നീ കൂടെ പോയേ പറ്റൂ. സംജയ്, നിങ്ങൾക്ക് ഞാൻ എത്ര ബാക്കി തരാനുള്ളതെന്ന് പറയൂ. കാശിന് വേണ്ടി എന്തും ചെയ്യുന്നവരാണോടോ ഞങ്ങള്? ആരോട് ചോദിച്ചിട്ടാ വീട്ടിൽ വന്നേ? തള്ള വിലക്കെടുത്ത് ചേച്ചി അനിയത്തി കൂടെ പൊറപ്പിക്കാന്ന് കരുതിയാ? അതല്ല തന്റെ പ്ലാൻ? പറടാ, പറയാൻ. നീ വരുവാ. ബൈക്ക് നശിപ്പിക്കാടി. എന്റെ ബൈക്ക് തൊട്ടോരുത്. ഇതവന്റെ ബൈക്കാ, എനിക്കറിയാം. നുണ പറയുന്നത്. ഇപ്പൊ ഇത് എന്റെ ബൈക്കാണ്. നിനക്കൊക്കെ എക്യുപ്മെന്റ്സ് വാങ്ങി അവന്റെ കാശ് തീർന്നു. അതുകൊണ്ടാ ബൈക്ക് തന്നത്. ആ കാശൊക്കെ നീ തരുമോ? ഇല്ലല്ലോ. നിന്നെ പോലത്തെ ചെറ്റാൾക്ക് അവൻ കാശ് കളയുന്നേ. ബോധമില്ലാത്തവൻ. ബൈക്ക് നന്നാക്കാൻ കാശ് തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഫരീദ് ഭായ്, അവളെ വിട്ടേക്ക്. നിനക്ക് അവനോടുള്ളതിനേക്കാൾ ഇരട്ടിക്കലി എനിക്ക് അവനോടുണ്ട്. അയാൾ നിന്നെ വളയ്ക്കുകയാണെന്നോ? അല്ല, നിനക്ക് വേണ്ടി കളഞ്ഞ കാശിന്റെ പകുതി മതി അവന് നല്ല രാജകുമാരിയെ പോലുള്ള പെമ്പിളരെ കിട്ടാൻ. ആദ്യ ദിവസം നിന്നെ കണ്ടപ്പോൾ തൊട്ട് നിനക്ക് വേണ്ടി അവനെല്ലാം ചെയ്തിരുന്നത്. നല്ല കിറ്റ്, നല്ല എനർജി ഡ്രിങ്ക്സ്, നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ. ഇതിനു വേണ്ടി അവന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ തീർക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ നിന്നെ ഒരു വായാടി മീൻകാരിയായിട്ടാണ് കണ്ടിരുന്നത്. അവനാ നിന്റെ കഴിവ് തിരിച്ചറിഞ്ഞത്. അവന് ഉറപ്പുണ്ട്. എന്നെ മതി. നന്നായി ആലോചിക്കും. കളയല്ലേ മോളെ.